സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരം അത് ഇന്ന് 47-ാം ദിവസത്തിലെത്തി നിൽക്കുകയാണ്. നിരാഹാര സമരം എന്ന നിലയിൽ ആ സമരം മാറിയിട്ട് ഇന്നേക്ക് 7-ാം ദിവസമാണ്. സമരത്തിന് ദിനംപ്രതി പിന്തുണയേറുന്നുണ്ട്. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഒരുപാട് പേർ സമരവേദിയിലേക്ക് എത്തുന്നതൊക്കെ ദിവസവും നമ്മൾ കാണുന്നുണ്ട്. സാമൂഹിക കലാ സാഹിത്യ രംഗത്തെ നിരവധി പേർ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഇന്നും ജനസഭയിൽ പങ്കെടുത്തിരുന്നു. പ്രശ്നം പരിഹരിക്കാത്ത ഇടതുപക്ഷ സർക്കാരിനെതിരെ കടുത്ത ഭാഷയിലുള്ള വിമർശനം എഴുത്തുകാരൻ സച്ചിദാനന്ദന്റെ ഭാഗത്തുനിന്നുണ്ടായി. നടൻ ജോയ് മാത്യു സർക്കാരിന് മേൽ വിമർശനം ഉന്നയിക്കുന്നതും ഇന്ന് നമ്മൾ കണ്ടു. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എം.എ. ബിന്ദു, കെ.പി. തങ്കമണി എന്നിവർ പട്ടിണി തുടർന്നത് 7 ദിവസം. കനത്ത ചൂടിൽ ആരോഗ്യനില വഷളായതിനാൽ നിരാഹാരം തുടർന്ന 2 പേരെയും ആശുപത്രിയിലേക്ക് മാറ്റി. 45 ദിവസമായി തുടരുന്ന സമരത്തെ മുന്നിൽ നിന്ന് നയിച്ച പ്രധാന സംഘടനാ നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു എം.എ. ബിന്ദു. ഇരുവർക്കും പകരം ആശാ വർക്കർമാരായ S.S. അനിതകുമാരി, ബീന പീറ്റർ എന്നിവർ സമരം ഏറ്റെടുത്തു. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണെന്നുള്ളത് ഇനിയെങ്കിലും ഗവൺമെൻറ് മനസ്സിലാക്കണം. ഞങ്ങൾ ഒരാൾ തളർന്നാൽ 9 പേര് പുറത്തുണ്ട്. നിങ്ങൾ ഓരോരുത്തരായിട്ട് ഞങ്ങളുടെ ഇത് നേടുന്നതുവരെയും ഞങ്ങളിങ്ങനെ തന്നെ പോകും. സമരവേദിയിൽ നടത്തിയ ജനസഭയിലും സർക്കാരിനെതിരെ ഉയർന്നത് കടുത്ത വിമർശനം. ദുർവാശിയും അഹന്തയും സർക്കാരിന്റെ മുഖമുദ്രയെന്ന് സമരവേദി സന്ദർശിച്ച ജോയ് മാത്യു. ഇതൊരു അനാവശ്യമായ പിടിവാശിയാണ്. സമരം എങ്ങനെയെങ്കിലും പൊളിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ ഇത് നീട്ടിക്കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വിട്ടുവീഴ്ചകൾക്ക് ഇവർ തയ്യാറായിരിക്കും. എല്ലാം നമ്മൾ മുന്നോട്ട് വെക്കുന്ന എല്ലാ ആവശ്യങ്ങളും നേടിയെടുക്കാൻ പറ്റില്ല എന്ന് വരും. അതെല്ലാ സമരങ്ങളും അങ്ങനെ തന്നെയാണ്. ഈ ദുർവാശി, പരിഹാസം, ഒരാൾ തൊഴിലെടുക്കും. ഇപ്പോൾ നിങ്ങളെ തൊഴിലെടുക്കുന്നു. ഇങ്ങനെ തൊഴിലിനെ അതിൻ്റെ മഹത്വം തിരിച്ചറിയാതെ അപമാനിക്കുന്നത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വൃത്തികെട്ടൊരു മുഖം. നിരാഹാര സമരം തുടരുന്ന ആശാ വർക്കർമാരുടെ ആരോഗ്യസ്ഥിതി പരിശോധിക്കാൻ ഇതുവരെ സർക്കാർ ഡോക്ടർമാർ എത്തിയില്ലെന്നും കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ വിമർശനം. അത് 7 ദിവസമായിട്ട് ഇവിടെ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ ദിവസം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങളോട് പറഞ്ഞത് സർക്കാർ ഡോക്ടർമാർ വരും, രാവിലെയും വൈകുന്നേരം വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ദിവസം വരെയും എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതാണ്. അത് വളരെ ഞങ്ങളതിനെ ഈ സമരത്തിൻ്റെ ഭാഗമായി ഞങ്ങളോടൊരു പകപോക്കലായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ആരോഗ്യ പ്രവർത്തകരാണ്. എല്ലാ ആളുകളുടെയും ആരോഗ്യം ഉറപ്പാണോ എന്ന് പരിശോധിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അവരുടെ ആരോഗ്യം നോക്കാൻ ആളില്ല എന്നുള്ളത് കടുത്ത അമർഷമുണ്ട്. അതേസമയം കോൺഗ്രസ് സമരത്തെ പരസ്യമായി പിന്തുണയ്ക്കുമ്പോഴും INTUC സംസ്ഥാന പ്രസിഡന്റിന്റെ വിരുദ്ധ നിലപാടിനെതിരെ എതിർപ്പുമായി നേതാക്കൾ രംഗത്ത് വന്നു. കോൺഗ്രസിന്റെ നിലപാട് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ എൻഡോഴ്സ് ചെയ്തിട്ടുള്ളതാണ്. അതാണ് ഞങ്ങളുടെ നയം. INTUC ഒരു സ്വതന്ത്ര തൊഴിലാളി സംഘടനയാണ്. പക്ഷേ കരുണാകരൻ ഉണ്ടാക്കിയ സംഘടനയാണ്. ഇത് ഒരു പിണറായി വിലാസം സംഘടനയായി മാറരുത് എന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയാൻ. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം, നിയമസഭാ മാർച്ച്, വനിതാ മഹാസംഗമം, ഒടുവിലെ നിരാഹാര സമരം. സമരമാർഗങ്ങൾ പലതു കണ്ടു. ഒരു പടി പിന്നോട്ടില്ലെന്ന് സമരക്കാർ. പിടിവാശി തുടരുമെന്ന് സർക്കാർ. ഒടുവിലിത് സംസ്ഥാനത്തിന് തന്നെ നാണക്കേടാകുന്നു. മേഘ്ന മുരളി, 24, തിരുവനന്തപുരം.